വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്ക് MySQL സെലക്ടില് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് MySQL. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് സെലക്ട് ഓപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് MySQL അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ കുറച്ച് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസ് നമുക്ക് ഡാറ്റനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഞാൻ എംപ്ലോയീസിൽ വന്നു കഴിഞ്ഞാൽ ഈ എംപ്ലോയീസ് നമുക്ക് സാലറി കൂടെ വേണം. ആ സാലറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ നേരത്തെ ഉണ്ടായിരുന്ന മറ്റൊരു ഡാറ്റാബേസിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ കമാൻഡ് കെ, ഈ എംപ്ലോയീസിൽ നമുക്ക് സാലറി ഇല്ല. മറ്റുള്ള ആ ഒരു ഡാറ്റാബേസ് നേരത്തെ ഉണ്ടായിരുന്ന ഡാറ്റാബേസ് ലേൺ-SQL അതിൽ നമുക്ക് എംപ്ലോയീസിൽ സാലറി ഉണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് ഞാൻ ആ എംപ്ലോയീസിന്റെ ഒരു എംപ്ലോയിന്റെ സാലറി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ, രണ്ടുപേർക്കും 82,500 അല്ലെ. അപ്പൊ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരാളത് ഞാൻ 60,000, ഓക്കെ 60,500, ഒരാളത് 60,500 എന്നിട്ട് ഞാൻ സേവ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തു, കമാൻഡ് എസ് അടിച്ച് സേവ് ചെയ്തു, അല്ലെങ്കിൽ കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തപ്പോൾ പുതിയ ഡാറ്റ വന്നു. ഇനി ഇതിന്റെ ടോപ്പിൽ നമുക്ക് ക്വറീസ് എക്സിക്യൂട്ട് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു കണ്ടീഷൻ, നമുക്ക് ഏതെങ്കിലും ഒക്കെ ഫീൽഡിന്റെ സമ്മ് കാണാനുണ്ട്. അപ്പൊ ഓർഡേഴ്സിന്റെ ആണെങ്കിൽ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഓർഡറിന്റെ പ്രൈസ് കാണണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ സാലറി ആണെങ്കിൽ എല്ലാവരുടെയും കൂടെ സാലറി, എല്ലാ എംപ്ലോയീസിന്റെയും കൂടെ സാലറി കാണുന്നുണ്ടെങ്കിൽ സെലക്ട് സം ഓഫ് സാലറി ഫ്രം എംപ്ലോയീസ് എന്ന് ക്വറി ഉപയോഗിക്കാം. അപ്പൊ സെലക്ട് സം ഓഫ് ഏതാണ് ഫീൽഡ്, സാലറി ഫ്രം എംപ്ലോയീസ്. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കൂടെ സാലറി സം ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ട് ആസ്, നമുക്ക് എന്ത് ചെയ്യാം പറയാം, സ്മോളോ ക്യാപിറ്റലോ കൊടുക്കാം, ആസ് എംപ്ലോയി സാലറി. ഡാറ്റാബേസിൽ ഫീൽഡുകൾ നിങ്ങൾ നെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ നിങ്ങൾ ഇതേപോലെ അണ്ടർസ്കോർ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാമൽ കേസ് ആയിട്ട് യൂസ് ചെയ്യാം. എംപ്ലോയി സാലറിയുടെ എസ് ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കും. ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് അണ്ടർസ്കോർ ഇട്ട് സെപ്പറേറ്റ് ചെയ്യാം, എംപ്ലോയി സാലറി ഫ്രം എംപ്ലോയീസ്. എല്ലാ ഫീൽഡും അല്ലെങ്കിൽ ടേബിൾ നെയിം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എംപ്ലോയി സാലറി എന്നുള്ള ആ ഒരു ഫീൽഡിലേക്ക് എന്ത് ചെയ്തു, സമ്മ് നമ്മൾ കണ്ടുപിടിച്ച് കിട്ടും. ഇനി ഈ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിന്റെ ആവറേജ് സാലറി കാണണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ സമ്മിന് പകരം AVG എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, AVG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സാലറി ആസ് ആവറേജ് സാലറി എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ആവറേജ് സാലറി എന്ന് പേര് ഫ്രം എംപ്ലോയീസ്. അപ്പോൾ 71,500 അതാണ് ഒരു ആവറേജ് സാലറി, കമ്പനിയിലെ ആവറേജ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ AVG കൊടുത്തു. പിന്നെ അതേപോലെ കൗണ്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എംപ്ലോയീസിന്റെ കൗണ്ട് ആണ്. അതും ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണ്. എല്ലാ എംപ്ലോയീസിന്റെ കൗണ്ട് ഉണ്ട്. അപ്പൊ 2 എംപ്ലോയീസ് ആണുള്ളത്. അപ്പൊ അതും ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി ഉള്ള എംപ്ലോയിന്റെ ഏറ്റവും കൂടുതൽ സാലറി എത്രയാണ്, ഈ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള സാലറി എത്രയാണെന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ AVG സമ്മൊക്കെ കൊടുത്ത പോലെ മാക്സ് ഉപയോഗിക്കാം. മാക്സ് ഓഫ് സാലറി ഫ്രം എംപ്ലോയീസ്. അപ്പൊ എന്തിട്ടോ 82,500 ആണ് ഈ കമ്പനിയിലുള്ള വലിയ സാലറി. ഇനി മിനിമം നോക്കണമെങ്കിലോ ഏറ്റവും കുറഞ്ഞ സാലറി എത്രയാണ് ഈ കമ്പനിയിൽ, മിൻ എന്ന് പറഞ്ഞിട്ട് നോക്കാം. മിൻ ഓഫ് സാലറി അപ്പൊ 60,500 ആണ് കുറഞ്ഞ സാലറി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കുറയാണ് ഗ്രൂപ്പ് കോൺകാറ്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കോൺകാറ്റും ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സെലക്ട് ഗ്രൂപ്പ് കോൺകാറ്റ് ഓഫ് ലാസ്റ്റ് നെയിം സെപ്പറേറ്റർ കോമ ഫ്രം എംപ്ലോയീസ്. അപ്പൊ എന്താണ്, അതിന് ആസ് വെച്ച് ഒരു ഫീൽഡിലേക്ക് കൊടുക്കാം. അപ്പൊ ഈ കമ്പനിയിലുള്ള ലാസ്റ്റ് നെയിംസ് ഏതൊക്കെയാന്നുള്ള കോമ ഇട്ടിട്ട് കിട്ടണം എന്നാണ് ഡു ഷഫീഖ്. അപ്പൊ എന്താ നമ്മൾ ചെയ്ത് ഇവിടെ ഗ്രൂപ്പ് കോൺകാറ്റ്, അതായത് അതിന്റെ റിസൾട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്. ലാസ്റ്റ് നെയിം ഏത് ഫീൽഡിനാണ് ചെയ്യുന്നത്, ലാസ്റ്റ് നെയിം ആണ് എടുക്കുന്നത്. എന്നിട്ട് സെപ്പറേറ്റർ എന്താണ്, സെപ്പറേറ്റർ എന്നാണ് കീവേഡ് കൊടുത്തിട്ട് കോഡ്സിൽ നമ്മൾ കോമ ഇട്ട് കോമേ സ്പേസ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫീൽഡിൽ ലാസ്റ്റ് നെയിം ഫ്രം എംപ്ലോയീസ്. ഗ്രൂപ്പ് കോൺകാറ്റ് എന്ന് പറയുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. പിന്നെ കുറച്ചും കൂടെ മാത്തമാറ്റിക്കലി കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യകത വളരെ കുറവേ വരുള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് STD, പിന്നെ അതേപോലെ നിങ്ങൾക്ക് വേരിയൻസ് കാണാൻ വേണ്ടിയിട്ടുള്ളത് വേരിയൻസ് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേരിയൻസ് അല്ലെങ്കിൽ VAR_pop, VAR_samp എന്നൊക്കെ പറയുന്ന ഫംഗ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെയൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് MySQLന്റെ ഡോക്യുമെന്റേഷൻ ചെക്ക് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് അതിനൊന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ കോമൺ അല്ലാത്ത കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല.